നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ എരമല്ലൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ആരുടെ വീഴ്ചയാണ്? ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷിനെ കുരുതി കൊടുത്തതാണോ? അപകടമുണ്ടായി 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് രാജേഷിനെ പുറത്തെടുത്തത്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽകോണിന്റെ വിശദീകരണം. അപകടത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. അപകടം പതിവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. അരൂരിൽ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് അപകട കാരണം. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇതുവരെയും കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല. നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിലപാട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ രാജേഷിന്റെ മരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അതിലാരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് കണ്ടെത്തണം. മാത്രമല്ല, ഇപ്പോഴും കുടുംബം ഈ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് ഇപ്പോഴും അവിടെ സ്ഥിതി? പ്രതിഷേധം ഇപ്പോഴുമുണ്ടോ? ടോം, കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് നഷ്ടമായത്. കൃത്യമായ രീതിയിൽ അവർ 2 കുട്ടികളുണ്ട്, അത് പ്രായമായ മാതാപിതാക്കളുണ്ട്. കുടുംബം മുന്നോട്ട് പോവുകയാണ്, ഭാര്യമടങ്ങുന്ന കുടുംബം മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏക വരുമാന മാർഗമായിരുന്ന ഒരാൾ ഇല്ലാതാകുന്നു. അതിനേക്കാളും അപ്പുറം അവരെ ഒരു വലിയ ആശ്രയമാണ് പെട്ടെന്നൊരു നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇല്ലാതാവുന്നത്. ഇത് കൃത്യമായ രീതിയിലുള്ള അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പോലുമില്ലാതെ ഭാരമേറിയ ഗർഡറുകൾ ഉയർത്തിവെക്കുമ്പോൾ അതിന് താഴെ ഗതാഗത നിയന്ത്രണം പോലും ഏർപ്പെടുത്താതെ 70 ടണ്ണാണ് ഒരു ഗർഡറിൻ്റെ ഒരു ഭാരം കണക്കാക്കുന്നത്. അങ്ങനെ 2 ഗർഡറുകളാണ് താഴേക്ക് വീഴുന്നത്. അതിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ പരിശ്രമിച്ചാണ് അതിൽ നിന്ന് ഗർഡർ അതിൽ നീക്കം ചെയ്യുകയും പിന്നീട് വാഹനം വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയാണ്. ആരുടേതെന്നത് സംബന്ധിച്ച ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ, ഇതിൽക്കെടുത്ത കരാറുകാരനാണോ, സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇതിൽ എന്താണ് അതിൽ ഇടപെടൽ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ചയും ആക്ഷേപങ്ങളും എല്ലാം തന്നെ ഉണ്ടായേക്കാം. പക്ഷേ ഇതിൽ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഒരാൾ ഇല്ലാതാവുന്നത്. അത് ഈ ഒരാൾ മാത്രമല്ല, കഴിഞ്ഞ നാളിങ്ങോട്ടായിട്ട് ഈ ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയിട്ട് നാളിതുവരെയായിട്ട് പല രീതിയിലും ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. 12 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉയരപ്പാതയ്ക്കുള്ളത്. ഇതിൽ പലപ്പോഴായി പലയിടങ്ങളിലായി ഇതിൻ്റെ നിർമ്മാണ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാറുണ്ട്. അതോടൊപ്പം തന്നെ സമീപ സ്ഥലത്തുണ്ടാകുന്ന നിർമ്മിതികൾ ഇത് അശാസ്ത്രീയമായിട്ടുണ്ടാകുന്നുണ്ട്. അതിലൊരു അടയാളങ്ങൾ പോലും ഇല്ലാതെയാവുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് അപകടങ്ങൾ അവിടെ പതിവാകുകയാണ്. 45ഓളം മരണങ്ങളാണ് ഇവിടെ ഉണ്ടായതായിട്ട് പറയുന്നത്. അത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെയും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. തൊഴിലാളികളടക്കം അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളടക്കം അപകടത്തിൽപ്പെടുന്നു. ഇത് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് എന്നതാണ് നാട്ടുകാർ അവിടെ കൂടിയിരുന്ന നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. നമ്മൾ പുലർച്ചെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, ഒരാൾ പോലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ വികസനത്തെ എല്ലാവരും തന്നെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തുടർച്ചയായുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മരിച്ച രാജേഷ് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും അതിനും കാരണമാക്കുന്നതാണ് താഴെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മുകളിൽ ഗർഡറുകൾ
അവിടെ ഉറപ്പിക്കുന്നത് എത്രമാത്രം അശാസ്ത്രീയമായ രീതിയിലുള്ളതാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു നിർമ്മാണം നടക്കുമ്പോൾ താഴെ കൂടി വാഹനം കടത്തിവിടുക, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ എന്ത് ഉത്തരവാദിത്വ ബോധമാണ് അവർക്കുണ്ടായിരുന്നതെന്ന്. ഒരു കുടുംബത്തിന് അവരുടെ നാഥൻ നഷ്ടമാവുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഗർഡറുകൾ അവിടെ നിന്ന് മാറ്റുകയാണ്, ഇതെല്ലാം നീക്കം ചെയ്യും. സാധാരണ അതിലൂടെ ഇനി വാഹനങ്ങൾ കടന്നു പോകും. ഈ അപകടവും മരിച്ചുപോയ ആളും ഇതെല്ലാവരും തന്നെ മറന്നുപോകും. പക്ഷേ ആ കുടുംബത്തിൻ്റെ നഷ്ടം അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അതൊരു വേദനയാണ്. ഇന്ന് അവർ വാദിക്കുന്നത് ആ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സമരത്തിലേക്കടക്കം അവർ നീങ്ങുന്നതെന്നാണ് മനസ്സിലാകുന്നത്. രാജേഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം അടക്കം ഉറപ്പ്. തീർച്ചയായും ഡാനിയിലേക്ക് എത്താം. ആ കുടുംബത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് കൃത്യമായ ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതും അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ പൊലിയുന്നൊരു സാഹചര്യം. നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ഉറപ്പാക്കണം. അതുവരെയും മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിൽ നിൽക്കുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് അവർ ഉയരുന്നത്. കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെയായിട്ടും ഗവൺമെന്റ് ഒഫീഷ്യൽസോ കമ്പനി ഒഫീഷ്യൽസോ ഞങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അത് ആയതിനാൽ ഞങ്ങൾക്ക് അർഹമായ കോമ്പൻസേഷനെ പറ്റി ഒരു ഉറപ്പ് നൽകാനും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ആയതിനാൽ ഞങ്ങൾ 10 മിനിറ്റൂടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തീരുമാനം. വെറും 10 മിനിറ്റൂടെ നോക്കും. അത് കഴിഞ്ഞിട്ട്, കാരണം ധാർഷ്ട്യം കാണിക്കുവാണെന്ന് മനസ്സിലായി. ഗവൺമെന്റ് ഒഫീഷ്യൽസും ഈ കമ്പനി ഉദ്യോഗസ്ഥരും ധാർഷ്ട്യം കാണിക്കുവാണ്. അവര് ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന മര്യാദകേടാണ് കാണിക്കുന്നത്. ഇതൊരു കൊലപാതകമാണ്. ഇതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ്. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത്ര കെയർലെസ് ആയിട്ട് സേഫ്റ്റി ലാഗോടുകൂടി ആൾക്കാരെ പണിയെടുപ്പിക്കുകയും അവിടെ നടക്കുന്ന അപകടങ്ങൾക്കും എല്ലാം അതിനെ ആക്സിഡന്റ് എന്നല്ല പറയേണ്ടത്, കൊലപാതകമെന്ന് തന്നെയാണ്. ഈ ആസൂത്രിതമായ കൊലപാതകത്തിന് ഗവൺമെന്റും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇത്രയും നേരമായിട്ടും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസും ഞങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞ് രാവിലെ 3 മണിക്ക് മരിച്ചതാണ്. മണിക്കൂർ ഇപ്പൊ 2 മണിയായി. ഇപ്പൊ ഏകദേശം 12 മണിക്കൂറോടെ ആകുന്നു. 11 മണിക്കൂർ കഴിഞ്ഞു. ഈ 11 മണിക്കൂറിനുള്ളിൽ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്താണ്? ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും എങ്ങനെയും കൊല്ലാം. ഗാർഡർ മറിച്ചിട്ടോ അല്ലെ വണ്ടി കയറ്റിയോ എങ്ങനെയും കൊല്ലാം. ആരും ചോദിക്കാനും വരില്ല, കേൾക്കാനും വരില്ല. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതായത് ഇതൊരു കൊലപാതകം തന്നെയാണ്. ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ കാണണമെന്ന് പറയുന്നു. ഇതുവരെയും അധികാരികളാരും, ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവരെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ? ടോം, ആ കുടുംബത്തിന്റെ ഒരു ആക്ഷേപങ്ങളിലേക്ക് വന്നാൽ അവരങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നുള്ളതാണ്. കാരണം ഈ രീതിയിലുള്ള ഒരു കൊലപാതകം എന്നെല്ലാം തന്നെ പറഞ്ഞാൽ പോലും നമ്മൾക്ക് അതിൽ നിന്ന് അവരെ തിരിച്ചു ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് അനാസ്ഥ ഒരു രീതിയിൽ ഒരു മരണത്തിന് കാരണമാകുന്നെങ്കിൽ ആ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളെ തന്നെയാണ് അതിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. അവരതിൽ നിൽക്കാൻ അർഹരാണ്. കാരണം ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ളൊരു സംവിധാനം പോലും ചെയ്യാതെ ഇത്രയ്ക്ക് കൃത്യവിലോപം നടത്തുന്ന ഒരു രീതി, ഇത് ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ആരും തങ്ങളെ ചോദ്യം ചെയ്യില്ല എന്ന ധാർഷ്ട്യം അത് തന്നെയാണ് അവിടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇതിൽ മടുത്തിരിക്കുന്നു, ഈ ഒരു സിസ്റ്റത്തോട് മടുത്തിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കാനും തയ്യാറാവുന്നത്. ഇനി നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബത്തിന് ഒരു സമാശ്വാസ തുക നൽകണം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. അവരുടെ ആവശ്യത്തെ അഡ്രസ്സ് ചെയ്യുക പോലും ചെയ്യുന്നില്ല എന്നതാണ് അവർക്ക് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. കാരണം തങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് നിൽക്കുന്നു.
ഇത് സംഭവിച്ചത് പൊതുനിരത്തിലാണ്. ഇതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് ദേശീയപാതയിൽ തന്നെയാണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഈ മരിച്ചുപോയ ഒരാൾക്ക് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളത് വന്നുപെടുകയായിരുന്നു. അതിൽ ഏതാണ്ട് കെണിയിൽ വീണു പോകുന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നു. നേരത്തെ അരൂരിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ മനസ്സിലായിരുന്നത് ജില്ലാ കളക്ടർ അവിടെ വരികയും മറ്റു കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് മോർച്ചറിയിലേക്കെല്ലാം നീങ്ങുമ്പോൾ അവിടേക്ക് വൈകാതെ ഡിവൈഎസ്പിയും തഹസിൽദാരും അടക്കമുള്ളവർ എത്തുമെന്നൊരു സൂചന ആ ബന്ധുക്കൾക്ക് ആരൊക്കെയോ നൽകിയിരുന്നു എന്നതാണ്. അവരതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് അത്തരം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വലിയ ശക്തമായൊരു പ്രതിഷേധം ആ ഭാഗത്ത് ഉണ്ട്. അതിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ യാത്രക്കാർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സത്തെ മറികടന്നുകൊണ്ട് പോകേണ്ടതിനെക്കുറിച്ച് മാത്രമേ അവരത് ആലോചിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇരകളാകുന്നവർ, വ്യക്തിമാകുന്നവർ ഒരുപാട് ആ പ്രദേശത്തുണ്ട്. അവരെല്ലാം ദൈനംദിന ഇതെല്ലാം തന്നെ അനുഭവിക്കുന്നവരാണ്. അവിടെ ഉണ്ടാകുന്ന പൊടിശല്യത്തോടും മറ്റതെല്ലാം തന്നെ അവരതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അതല്ല, ഇതുപോലുള്ള അപകടങ്ങൾ തലക്ക് മുകളിൽ എപ്പോഴും ഒരു അപകടം തങ്ങി നിൽക്കുന്ന പോലുള്ളൊരവസ്ഥ തന്നെയാണ്. ആ ഗർഡറുകൾ, എന്താണ് അതിൽ ഒരു സുരക്ഷിതത്വം എന്നത് വലിയ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഇന്ന് ഇപ്പോൾ പുലർച്ചെ ഉണ്ടായ അപകടം, 2:30 അപകടം, അതിൽ സാങ്കേതികമായി കമ്പനി വിശദീകരിക്കുന്ന, അശോക എന്ന് പറയുന്ന കമ്പനി വിശദീകരിക്കുന്നത് അതിൻ്റെ ഒരു സംവിധാനങ്ങളാണ്. ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ വന്നിട്ടുള്ളൊരു പാകപ്പിഴ സാങ്കേതികത്വം അത് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം മനുഷ്യത്വം എന്നുള്ള ഒന്നുകൂടിയുണ്ട്. ഇതിന് താഴെ കൂടി കടന്നു പോകുന്നവരുടെ ജീവൻ ആരാണ് ഉറപ്പുവരുത്തുക എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ടോം, അതിൽ നമ്മൾ അറിയുന്നത് ഒരു വിവരം തൊട്ട് മുൻപെയാണ് അതിലൊരു അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഡാനി സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഇതുവഴി, അതായത് ഉയരപാതയിൽ അത്തരം നിർമ്മാണം നടക്കുമ്പോൾ താഴെ മറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കരാർ കമ്പനിക്കും പൊതുമരാമത്ത് വകുപ്പിനുമുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഇതിന് മുൻപ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കുടുംബത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ആ കുടുംബത്തിന്റെ തീരുമാനം എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പനിക്കാർ വന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സർക്കാരിന്റെ ഭാഗം വിട്ടേരെ, നിങ്ങൾ എന്താ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരിപ്പോൾ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വഴങ്ങിയില്ല. പിന്നെ അവർ 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഞങ്ങൾ അതിനും വഴങ്ങിയിട്ടില്ല. കാരണം 10 ലക്ഷം രൂപ കൊണ്ടൊന്നും യുവനാളത്ത് ഒന്നും സാധിക്കാനില്ല. 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹാക്കന്മാർ ഞങ്ങൾ പരസ്പരം പിരിവിട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഒരു ജീവന്റെ വില 10 ലക്ഷം രൂപയോ? ആ കുടുംബം ഈ 10 ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യുമോ? പറഞ്ഞേ, ആ കുടുംബം ഈ 10 ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യുമോ? ആ കുട്ടിക്കുള്ള മെഡിസിൻ തന്നെ വേണം നല്ലൊരു എമൗണ്ട് ഓരോ മാസവും. അത് 6ാമത്തെ മാസം തൊട്ട് ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് നിർത്താൻ പാടില്ല അതൊന്നും. അപ്പൊ അതൊന്നും ഈ 10 ലക്ഷം രൂപയിലൊന്നും പോവില്ല. അത് കമ്പനിയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥർ 3 പേര് വന്നിട്ടുണ്ട്. കമ്പനിയുടെ ആൾക്കാർ 3 പേര് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് വി ആർ ഓൺലി ദ മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം അതായത് പിന്നെ ഡിസിഷൻ പവർ ഉള്ള ആൾക്കാരല്ല വന്നേക്കുന്നത്, ഡിസിഷൻ മേക്കേഴ്സ് അല്ല വന്നേക്കുന്നത്. അവരുള്ളി മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പൊ അവരവരുടെ ഉയർന്ന അധികാരികളോട്ട് സംസാരിച്ചിട്ട് അവര് മറുപടി പറയട്ടെ. അതെ, കരാർ കമ്പനിയുടെ ആൾക്കാരാണ്. 10 ലക്ഷമാണ് അവർ മാക്സിമം പറയുന്നത്. തഹസിൽദാർ ഇപ്പൊ അവരുടെ ഉയരധികാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള 4 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അതിനപ്പുറം ഒന്നും സംസാരിച്ചിട്ടില്ല. അതിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഇത് ഞങ്ങൾ ബോഡി എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബോഡി ഇവിടെ ഉപേക്ഷിച്ച് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. വീണ്ടും ഡാനി ഇപ്പോഴിലേക്ക്. ഡാനി, കരാർ കമ്പനി പറയുന്നു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന്. സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം. പക്ഷെ കുടുംബം വഴങ്ങിയിട്ട്, കാരണം ഏക അത്താണിയാണ്, കുടുംബത്തെ പോറ്റണം, ഒരു രോഗിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ട്, അതിൻ്റെ ചികിത്സ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകണം. എന്താണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം? എന്താണ്? അതായത് കൃത്യമായ നഷ്ടപരിഹാരം അത് ഉറപ്പാക്കും വരെയും പ്രതിഷേധം തുടരുന്നു, മൃതദേഹം ഏറ്റെടുക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
ടോം, അങ്ങനെ തന്നെയാണ്. കാരണം അവർ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അല്ല എങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ വസ്തുതയുണ്ട്. ആ കുട്ടി ജന്മനാ തന്നെ ഡയബറ്റിക് ആയ ഒരു കുട്ടിയാണ്. അതിന് വളരെയധികം ചികിത്സാ ചെലവുകളുണ്ട്. അവർ നേരത്തെ അതിൻ്റെ ഒരു മരുന്നും കാര്യങ്ങളും എല്ലാം തന്നെ കണക്ക് പറയുന്നു. രാജേഷ് കിട്ടാവുന്ന ഇതുപോലുള്ള ഓട്ടങ്ങളുണ്ടല്ലോ, ഈ തൊഴിൽ ഏറ്റെടുക്കില്ല, അത് എല്ലാ ജോലിക്കും പോകുന്നൊരു മനുഷ്യനാണെന്ന് പറയുന്നത്. അത് ഓട്ടോറിക്ഷ ആണെങ്കിലും ടാക്സി ആണെങ്കിലും ഓടിക്കാൻ പോവുക, മറ്റ് കർഷക പണി, ഇതെല്ലാം ചെയ്യും. കാരണം അദ്ദേഹത്തിന് അത്ര കണ്ട ഈ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. കുട്ടിയുടെ മരുന്നിന് ചിലവിന് പോലും വലിയ തുക ചെലവഴിക്കേണ്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാപകലില്ലാതെ അദ്ദേഹം ഈ തൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ അത് തിരുവനന്തപുരത്ത് നിന്ന് മുട്ടയെടുത്ത് എറണാകുളത്ത് വിതരണം ചെയ്ത് അതിനുശേഷം പുലർച്ചയോടുകൂടി നാട്ടിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. ആ ഒരു പെടാപ്പാടിനിടയിലാണ് ഈ അശനബാധ പോലെ ഇത് വന്നു വീഴുന്നത്. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അർഹതപ്പെടുന്നത് തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. കാരണം അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. സർക്കാർ നൽകുന്ന ഒരു ദുരിതാശ്വാസം അതൊരു ആ രീതിയിലുള്ളതായിരിക്കാം. കാരണം അതിനൊരു നിശ്ചിതമായ ഫോർമാറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും, പക്ഷേ അവിടെയല്ല അത് കാണിക്കേണ്ടത്. അതിൽ ഇടപെടാൻ ഒരു നിശ്ചയദാർഢ്യം അവിടെയുണ്ട്. ഈ കമ്പനികളോട് ആവശ്യപ്പെടാനുള്ള കരുത്ത് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതൊരിക്കലും മറന്നുകൂടാ. കാരണം അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു പാതകമെന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഈ ഒരു മരണം നടന്നിരിക്കുന്നത്. അതിൽ അനാസ്ഥ കൊണ്ട് മാത്രം പൊലിഞ്ഞു പോയതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വലിയ രീതിയിൽ തന്നെ ഇടപെടേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട്. കമ്പനിക്ക് കൃത്യമായൊരു നിർദ്ദേശം നൽകാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. സർക്കാരിൻ്റെ ദുരിതാശ്വാസത്തിനപ്പുറം ഈ കമ്പനികൾക്കും കാര്യങ്ങൾക്കും വ്യക്തമായൊരു നിർദ്ദേശം നൽകാനായിട്ട് സാധിക്കുക തന്നെ വേണം. ഏതായാലും കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം അവരുടെ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ അവർ അത് ഏറ്റെടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതങ്ങനെ ആവരുത്. കൃത്യമായൊരു ഇടപെടൽ നടത്താനായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയണം, നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയണം. ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിലേക്ക് കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നമ്മുടെ ഭരണകൂടം ബാധ്യസ്ഥരാണ്. കാരണം ഇവിടുത്തെ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു യുവാവിൻ്റെ ജീവൻ പൊലിയാൻ കാരണമായി. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനായി തിരച്ചിൽ. ദേശമംഗലം സ്വദേശി കനകകുമാറാണ് ഒളിവിൽ തുടരുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. കനകകുമാർ മദ്യപിച്ച് ക്ലാസ്സിലെത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു 6 കുട്ടികളുടെ പരാതി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ സർവകലാശാല സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ. വിവരങ്ങളുമായി കലാമണ്ഡലത്തിൽ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പല അധ്യാപകരിൽ നിന്നും, എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാലും ഒരു വിഭാഗം അധ്യാപകരിൽ നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ, മാനസികമായും ശാരീരികമായും, അവരുടെ എക്സാംസിൽ അവരെന്നെ തോൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് അവരെന്നെ കുറ്റം പറയും, അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ. അപ്പം അതിൽ നിന്നും ഇവരെന്നെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പ്രതിഷേധം ഒരു കംപ്ലൈൻറ്റ് എന്ന രീതിയിൽ ഒരു അധ്യാപകനെതിരെ നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥി യൂണിയൻ കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധ യജ്ഞം പോലെ നടത്തുകയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഒരു പരാതി ഉയർന്നു, അതോടൊപ്പം പോലീസ് കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആരോപണ വിധേയനായ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം നാളുകളോളം ഇയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക ചൂഷണം നേരിടുന്നു. മദ്യപിച്ച് ക്ലാസ്സിലെത്തിയിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായില്ല. പിന്നീട് വിദ്യാർത്ഥികൾ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, കേസെടുത്തതിന് പിന്നാലെയാണ് സർവകലാശാല ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഇയാൾ ഒളിവിൽ തുടരുന്നു. എന്തെങ്കിലും സൂചനയുണ്ടോ? എവിടെയാണ് പ്രതി എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ടോം, ഈ
സർവകലാശാല തന്നെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ അധ്യാപകൻ ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളൊരു പ്രാഥമിക കണ്ടെത്തലിനെ തുടർന്നാണ് വീണ്ടും ചെറുതുരുത്തി പോലീസിന് അധ്യാപകർ തന്നെ VC തന്നെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകൻ ലൈംഗിക അതിക്രമം കുട്ടികളോട് നടത്തിയെന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല മദ്യപിച്ച് ക്ലാസ്സിലെത്തിയാണ് കുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ തൊടുകയും അവരോട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അധ്യാപകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ കനകുമാർ എന്ന് പറയുന്ന കൂടിയാട്ടം അധ്യാപകൻ ആ ദിവസം മുതൽ ഒളിവിലാണ്. എന്തായാലും അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കനകുമാറിന്റെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ചേർത്ത് വെച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവരൊക്കെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലയിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ പാടില്ലാത്ത തരത്തിലാണത്. ചെറിയ കുട്ടികളുള്ള ക്ലാസുകളിൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം നിരവധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ മദ്യപിച്ച് ക്ലാസ്സിൽ കയറി ഇത്തരത്തിൽ കുട്ടികളോട് അശ്ലീല ചുവയോടെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോക്സോ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കനകുമാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം വിദ്യാർത്ഥികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെ കുട്ടികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല അധ്യാപകരും ഇത്തരത്തിൽ ഇന്റേണൽ മാർക്കിന്റെയും ഇന്റേണൽ അസസ്മെന്റിന്റെയും പേരിലൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം നീക്കങ്ങളൊക്കെ പല അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട സാഹചര്യം നിലവിൽ സർവകലാശാലയ്ക്കില്ല. ഈ പരാതിപ്പെട്ട സാഹചര്യം, അതായത് കനകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്കെതിരെ സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ അത് വ്യക്തതയുണ്ട്. അതല്ലെങ്കിൽ അയാൾ ഇത്തരത്തിൽ അശ്ലീല ചുവയോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുകയും അവരോട് മോശമായി ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതോടുകൂടിയാണ് ഈ സർവകലാശാല തന്നെ നേരിട്ട് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കനകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ടോം, യെസ് അച്ഛ, ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് ഈ അധ്യാപകന്റെ. ഒളിവിൽ പോകാനുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും അന്വേഷണമുണ്ടോ, നടക്കുന്നുണ്ടോ? മാത്രമല്ല ആരെങ്കിലും ഇയാളെ സംരക്ഷിക്കുന്നതായിട്ട് സൂചനയുണ്ട്. കാരണം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാല ഈ പരാതി കിട്ടി, പരാതിയിന്മേൽ കഴമുണ്ടെന്ന് വ്യക്തമായതോടെ അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചു, പോലീസിൽ പരാതി കൈമാറുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഈ അധ്യാപകനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത്? ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? അതിനു മുൻപ് തന്നെ ഈ പ്രതിയെ, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട, അവർക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകുമ്പോൾ യാതൊരു കാരണവശാലും ഇയാളെ സംരക്ഷിക്കാൻ പാടില്ല. ശക്തമായ നടപടി ആവശ്യമാണ്. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ അന്വേഷണം നീളുന്നത്? ഈ അധ്യാപകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അധ്യാപകൻ അപ്പോൾ തന്നെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അയാൾക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ കേന്ദ്രീകരിച്ചും ഇയാൾ പോകാനുള്ള സാഹചര്യങ്ങളും ഇടങ്ങളും ഒക്കെ പരിശോധനയിൽ വരുന്നത് അങ്ങനെയാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സുഹൃത്തുക്കളും. ടോം സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ, അത്തരമൊരു സാഹചര്യം നിലവിൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇയാള് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒളിവിൽ പോകുന്ന സാഹചര്യം പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായത് അങ്ങനെയാണ്. അതായത് ഇയാള് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഒളിവിൽ പോവുകയും അയാളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള കാര്യം വ്യക്തത. പക്ഷേ ടോം സൂചിപ്പിച്ച കാര്യം പ്രധാനമാണ്. കാരണം അധ്യാപകനെ സർവകലാശാല സംരക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരും അതുപോലെ സർവകലാശാലയും നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാള് ഈ അശ്ലീല ചുവയോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുകയും അവരുടെ നേരെ ലൈംഗിക അതിക്രമം നടത്തി, അതായത് കുട്ടികളുടെ ശരീരത്തിൽ തൊട്ട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും അവരുടെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ അധ്യാപകൻ അധപതിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് VC കണ്ടെത്തിയിട്ടുണ്ട്, സർവകലാശാല അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതും ചെറുതുരുത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പോക്സോ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളതും അങ്ങനെയാണ്. ആ ഒരു സാഹചര്യം കൂടെ കണക്കാക്കുമ്പോൾ ഈ ദേശമംഗലം സ്വദേശിയാണ് ഈ അധ്യാപകൻ കനകകുമാർ, ദേശമംഗലം സ്വദേശിയാണ്. ഇയാളുടെ പ്രദേശവുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ സുഹൃത്തുക്കളും
ഫാമിലിയും കുടുംബ അംഗങ്ങളും ഒക്കെ നിരീക്ഷണത്തിലാണ്. അവരുമായി ബന്ധപ്പെട്ടും ഈ കനകകുമാർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളും ഒക്കെ പരിശോധിച്ചു വരികയാണ് പോലീസ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻകൂർ ജാമ്യാപേക്ഷയും ഇയാൾ കോടതിയിൽ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോക്സോ കേസുകളിലൊക്കെ ഇടപെടലുകൾ നടത്തേണ്ടതാണ്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ ഇയാൾ ഒളിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ കനകകുമാർ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ അധ്യാപകനെതിരെ, അതായത് 6 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. മദ്യപിച്ച് ക്ലാസ്സിലെത്തുന്നു, അശ്ലീല ചുവയോടെ സ്പർശിക്കുന്നു, സംസാരിക്കുന്നു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി പോലീസിന് സർവകലാശാല അധികൃതർ കൈമാറുന്നു. പോലീസ് പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസുമെടുത്തത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകന് വേണ്ടി അന്വേഷണം തുടരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം SITയിൽ പ്രസവത്തിനെത്തിയ യുവതി മരിച്ച സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മരിച്ച ശിവപ്രിയയുടെ ബന്ധുക്കളിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം മൊഴിയെടുത്തു. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നീതി വേണമെന്നും കുടുംബം വ്യക്തമാക്കി. വീഴ്ച വന്നത് SITയുടെ ഭാഗത്തു നിന്നും തന്നെയാണ്. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ ശിവപ്രിയയുടെ മരണം സംഭവിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ഈ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനും മറ്റും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? മാത്രമല്ല, ഇവിടെ ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. ചികിത്സാ പിഴവ് തന്നെയാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുമ്പോഴും പക്ഷേ കുറ്റക്കാർക്കെതിരെ, ഈ വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ എന്ത് നടപടിയാണ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്? ടോം, നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഒരു അന്വേഷണ സംഘം വളരെ കുറച്ച് ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആരോഗ്യവകുപ്പ് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കാരണം ഇതൊരു ചികിത്സാ പിഴവ് എന്നത് ആരോഗ്യവകുപ്പ് ഇതുവരെയും തുറന്ന് സമ്മതിച്ചിട്ടില്ല. കാരണം SITയിൽ നിന്നും ഡിസ്ചാർജ് ആയി 10 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടാവുകയും തുടർന്ന് ഇങ്ങനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതൊരു ചികിത്സാ പിഴവാണ്, ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധയാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ അത്തരത്തിലൊന്നാണെങ്കിൽ ഈ ഒരു ആശുപത്രിയിൽ നിന്നും മറ്റുള്ള രോഗികൾക്കടക്കം ഈ ഒരു അണുബാധ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് ഈ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വലിയൊരു വിവാദ വിഷയമായതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഇപ്പോൾ കുടുംബത്തിന്റെ അടക്കം മൊഴിയെടുത്തത്. ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ മറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു അണുബാധ എവിടെ നിന്നുണ്ടായി, എങ്ങനെയാണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ അത്തരത്തിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ശാസ്ത്രീയമായൊരു അടിത്തറയുടെ ഭാഗമായി മാത്രമേ ഈ ഒരു ഡോക്ടർമാർക്കെതിരെ അടക്കം ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കാരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഈ ഒരു ആശുപത്രി നഴ്സുമാരുടെ ഭാഗത്തു നിന്നാണോ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക കേട്ടോ. സാരംഗിലേക്ക് എത്താം. സാരംഗ്, ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണം രാവിലെ ഈ ശിവപ്രിയയുടെ ഭർത്താവും സഹോദരനും പ്രതികരിച്ചത് തങ്ങൾക്ക് നീതി കിട്ടണമെന്നാണ്. അത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് SITയുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ, അന്വേഷണത്തിൽ വിശ്വാസമില്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് പറയുന്നു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എനിക്കിതിൽ വലിയ വിശ്വാസമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് എന്റെ അമ്മ മരണപ്പെട്ടു. ഇത്രയും ദിവസമായിട്ട് SIT ഭാഗത്തു നിന്ന് വിളിച്ചു ചോദിക്കുക കുഞ്ഞിന് ആരോഗ്യനില എങ്ങനെയുണ്ടോന്ന് ഇതുവരെ തിരക്കിയിട്ട് പോലും ഇല്ല. അപ്പൊ എനിക്കിതിൽ വലിയ വിശ്വാസം പോരാ. അങ്ങനെ ആവശ്യമായിട്ടൊന്നും പറയില്ല, പക്ഷെ നമുക്ക് നീതി കിട്ടണം. തീർച്ചയായും സാരംഗ്, ഇവിടെ കുടുംബം അവർക്കറിയാം, അവർക്ക് നഷ്ടം വന്നത് ആ ഒരു കുടുംബത്തിനാണ്. ഒരു ദിവസങ്ങൾ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഒരു സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം, ഒരു സിസ്റ്റത്തിൻ്റെ വീഴ്ച മൂലം മരിച്ചത്. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കണം, അവർക്ക് നഷ്ടപരിഹാരം നൽകണം.
ഇതുവരെയും ആശുപത്രി അധികൃതർ ഒന്നും വിളിച്ചു പോലുമില്ല എന്ന് അവർ പരാതി പറയുന്നുണ്ട്. എന്തായിരിക്കും കാരണം ഈ നിലവിലെ അന്വേഷണം ഇവരുടെ മൊഴി അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം, എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശമുള്ളത്? ടോം, അത്തരത്തിലൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം കുടുംബത്തിലെ കാര്യങ്ങൾ അതൊരു വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ജനിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായി ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. മാത്രമല്ല കുടുംബത്തിന് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് പോലും ഒന്ന് കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം സാങ്കേതികത്വമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നൊരു സംഭവമാണ്. മാത്രമല്ല ഇതിൽ ഇനിയിപ്പോൾ 2 ദിവസത്തിനകം ഇങ്ങനെ ഒരു അന്വേഷണം DMEക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു കുടുംബത്തിന്റെ ആരോപണം നിലനിൽക്കെ തന്നെ അന്വേഷണം ഒരു ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ ഈ ഒരു അണുബാധ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് എന്നതിന്റെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തൽ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടില്ല. ഒരു കുടുംബത്തിന്റെ ഒരു വൈകാരികമായ ഒരു പ്രതികരണം എന്ന തരത്തിൽ വേണം ഇപ്പോൾ രാവിലെ ഉണ്ടായ പ്രതികരണം അടക്കം കണക്കിലെടുക്കാൻ. കാരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മാനസിക പരിഗണനയും ലഭിച്ചില്ല എന്നടക്കമാണ് സഹോദരനടക്കം നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു ആശുപത്രി അധികൃതരുടെ അടക്കം മൊഴി ഈ ചികിത്സിച്ച ഡോക്ടറെ അടക്കം മൊഴി എടുത്തതിന് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല കൂടുതൽ ചികിത്സാ പിഴവുകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായി ഒരു സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇങ്ങനെ ചികിത്സാ പിഴവുകളും മരണങ്ങളും ധാരാളമായി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗൈനക്കോളജി വിഭാഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ HOD അടക്കം ഈ ഒരു അന്വേഷണ സംഘത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഒരു കുടുംബത്തിന്റെ വൈകാരിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇതിലൊരു ശാസ്ത്രീയമായ ഒരു കണ്ടെത്തലുകളുടെ ആവശ്യവുമുണ്ട്. അത്തരത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയുള്ളൂ. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുടുംബം വലിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. SITയുടെ ഭാഗത്താണ് ഈ രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതി ഉറപ്പാക്കണം, വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നു. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ വെളിപ്പെടുന്നത് നടുക്കുന്ന വിവരങ്ങൾ. ഭീകരർ രാജ്യതലസ്ഥാനത്ത് ഡിസംബർ 6 വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. ഉമർ നബിക്കും സംഘത്തിനും തുർക്കി ബന്ധമുണ്ടെന്നും വിവരമുണ്ട്. ഭീകരപ്രവർത്തനത്തിൽ ഉപയോഗിച്ച 3ാമത്തെ കാറും അന്വേഷണ സംഘം കണ്ടെത്തി. 32 സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ ഇക്കൂട്ടർക്ക് നീക്കമുണ്ടായിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉമറും സംഘവും 20 ലക്ഷം രൂപ സമാഹരിച്ചതിനും തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആയി. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഡിസംബർ 6 ഒരു കൂട്ടസ്ഫോടനം അവർ നടത്താൻ പദ്ധതിയിട്ടിരുന്നു, ഭീകരർ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരമുണ്ട്. ഈ 32 സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ നീക്കം നടത്തിയിരുന്നു. ഈ കാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ നഗരങ്ങളിലായിരുന്നു ഈ ഭീകരർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടത് എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത, സൂചനകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ടോ? ടോം, രാജ്യത്തെ നടുക്കേണ്ട, രാജ്യത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തേണ്ട രീതിയിലുള്ള വലിയ ഒരു പദ്ധതികളാണ് ഈ കൂട്ടർ നിശ്ചയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്നതെങ്കിൽ അതെല്ലാം പൊളിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ സംഘം അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം വലിയൊരു ഭീഷണിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള തുർക്കിയിൽ നിന്നുള്ള സംഘങ്ങൾ ഇതിൽ ഇവരുമായി ഈ ഇന്ത്യയിലെ ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ത്യയിലെ ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നുള്ള വിവരങ്ങളുണ്ട്. UP, ഹരിയാന, അതുപോലെ ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള ഡൽഹി തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ നഗരങ്ങളിലെല്ലാം, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇവർക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അങ്ങനെ
വലിയ രീതിയിൽ രാജ്യത്ത് നടത്തേണ്ടിയിരുന്ന ഒരു ആക്രമണം, പലയിടങ്ങളിൽ നടത്തേണ്ട ആക്രമണം, അതിനെയെല്ലാം തടയാൻ നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞു. ഇപ്പോൾ 13 പേർ കൊല്ലപ്പെട്ട ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലും ഇതിൽ നിന്നും വലുതെന്തൊക്കെയോ വരാൻ ഉണ്ടായിരുന്നതിനെ ഒഴിവാക്കാൻ, തടയാൻ സാധിച്ചു എന്നുള്ള ഒരു ആശ്വാസമാണ് നമുക്കുള്ളത്. ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ പ്രകാരം ഹരിയാനയിലെ അൽഫല കോളേജിൻ്റെ അക്രഡിറ്റേഷൻ NAAC ഒഴിവാക്കിയിരിക്കുന്നു. അവരുടെ വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. അവർക്ക് ചില അക്രഡിറ്റേഷൻ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ കൂടി ആ കോളേജിൽ അവർ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്നു. അതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോളേജിലെ ഫണ്ടിങ് എങ്ങനെയാണ്, ആ കോളേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മാത്രമല്ല ആ കോളേജിലെ ഡോക്ടർമാർക്ക് അവർ ഏത് വിധേയനാണ് ശമ്പളം കൊടുത്തിരുന്നത്, അവർക്ക് കൊടുത്തിരുന്ന ശമ്പളത്തിൻ്റെ വിവരങ്ങൾ, മറ്റെന്തെങ്കിലും ഈ ശമ്പളത്തിന് പുറമെ എന്തെങ്കിലും പണം അവിടെ നൽകിയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരികയാണ്. അതായത് ആ ഒരു യൂണിവേഴ്സിറ്റി, അൽഫല യൂണിവേഴ്സിറ്റി കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഇവർ ഉമർ നബി ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു I-20 കാർ അത് പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ, ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു. അതിനുശേഷം വന്ന ഒരു റെഡ് എക്കോ സ്പോട്ട് അത് പിടിച്ചെടുത്തു. അവസാനമായി ഇപ്പോൾ ഒരു മാരുതി ബ്രിസ എന്ന കാർ കൂടി അവർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ സംഘം. ഈ കാറുകളിലെല്ലാം ഇവർ പലയിടങ്ങളിലായി ബോംബുണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ ഇവർ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഡിസംബർ 6-ാം തീയതി വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് സൂചന. അതായത് ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ ഒരു പ്രതികാര നടപടി എന്നോണം ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. ആ പദ്ധതി കൂടി ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ ഷാഹിന സയ്യിദ് എന്ന് പറയുന്ന ആ വനിത, ആദ്യത്തെ ദിവസം തന്നെ പിടിയിലായ വനിത, അവർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവരുടെ സഹോദരനായിട്ടുള്ള പർവേസ്, ഇയാൾ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കും ഈ ഭീകരപ്രവർത്തനങ്ങളിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു. അയാളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ മേഖലയിൽ കൂടി, ഇയാൾ താമസിക്കുന്ന ഇടത്ത് കൂടി വലിയ രീതിയിലുള്ള അങ്ങനെയെങ്കിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഷഹീൻ, അവരുടെ പങ്ക്, അവരുടെ മറ്റു ബന്ധങ്ങൾ അതൊക്കെ വ്യക്തമായും പരിശോധിക്കുന്നതാണ്. ജെയ്ഷെ മുഹമ്മദുമായി ഇവർക്ക് ബന്ധമുണ്ട്. അതിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ഇന്ത്യയിലെ നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ ഷഹീൻ ആണെന്നതിൻ്റെ കൃത്യമായ സൂചനകൾ NAAക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ സ്ത്രീകളെ, വനിതകളെ ഈ സംഘടനയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കം, ചരടുവലികൾ നടത്തിക്കൊണ്ടിരുന്നത് ഷഹീൻ ആയിരുന്നു എന്ന സൂചനയാണ് NAAക്ക് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെ ഈ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നു, അവരെ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇവർ നീക്കം നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ NAAക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ഈ ഷാഹിനയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവർ ഈ അൽഫല കോളേജിൽ മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. ഇവർ കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു വിഭാഗത്തിലെ HOD ആയിരുന്നു. അതിനുശേഷം കനൌജിലെ മെഡിക്കൽ കോളേജിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അൽഫലയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കാലങ്ങളായി 2012 മുതൽ ഈ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഇവർ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റു വിദ്യാർത്ഥികളുമായി ഇവർ ഏത് തരത്തിലാണ് ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാലം ഈ ഒരു ഭീകര പ്രവർത്തനത്തിലേക്ക് എത്തിയത്, ഈ കാലമെല്ലാം ഈ കഴിഞ്ഞ 10 വർഷമായി ഇവർ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവർ ആരെയെല്ലാം ഇവരുടെ ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ ആശങ്കാജനകമായ ചോദ്യങ്ങൾ നമുക്ക് ഉയർത്താനുണ്ട്. അതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 2003 വിവാഹിതരായ ഇവർക്ക് 2 മക്കളുണ്ട്. എന്നാൽ 2015 ഒരു കാരണവുമില്ലാതെ തന്നിൽ നിന്ന് വിവാഹമോചനം നേടിപ്പോയി എന്നാണ് ഇവരുടെ മുൻ ഭർത്താവ് പറയുന്നത്. അങ്ങനെ ഇവർ 2015 വിവാഹമോചനം നേടിയത് ഭീകരപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഇവർ ഭീകരവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷമായി ഇവർ ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ എടുക്കേണ്ടി വരും. അവർക്കൊക്കെ എന്തെങ്കിലും അവരിലാരെങ്കിലും ഇത്തരത്തിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗുരുതരമായ കാര്യമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇത്തരത്തിൽ മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി 12 പേരോളമാണ് ഇപ്പോൾ പോലീസിന്റെ
പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ ഈ ഷാഹിനയുടെ സഹോദരൻ്റെ ബന്ധുവുണ്ട്, അതുപോലെ ഉമർ നബിയുടെ ഒരു ബന്ധുവുണ്ട്. ഇങ്ങനെ ഇവർ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനം വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നവംബർ 10-ാം തീയതി തുടങ്ങി ഉണ്ടായ ഈ സ്ഫോടനത്തിന് പിന്നാലെ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ അത് എല്ലാം തടയാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഇനിയും കൂടുതൽ ആളുകളുണ്ടെന്നുള്ള സൂചനകൾ കൂടി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ പ്രവർത്തനങ്ങൾ നിർത്തേണ്ട തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് ടോം. കാരണം ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ, ഒരു വിദ്യാലയത്തിൻ്റെ, ഒരു കലാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറെ ആശങ്കാജനകമാണ് ടോം. വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കി. ADGP ആണ് ഉത്തരവ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി SI R കൃഷ്ണകുമാറിനെ നിയമിച്ച നടപടിയാണ് റദ്ദാക്കിയത്. ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നുണ്ട്. ഡാൻ, അതീവ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് സന്നിധാനത്ത് നിയമനം നൽകിയ സംഭവം. ഇത് വിവാദമായതിന് പിന്നാലെ, ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ആ വിവാദ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. എന്താണ് തീരുമാനം? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിയത്. അത്തരത്തിൽ ഈ കേസിൽ പ്രതിയായ ഒരാൾക്ക്, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാൾക്ക് അവിടെ എങ്ങനെ വീണ്ടും ഇത്രയധികം സുരക്ഷിതമായ ഒരു മേഖലയിൽ വീണ്ടും ഈ ജോലിക്കെത്താനായി ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് അയാൾക്ക് അനുകൂലമായി നൽകിയെന്നതാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ ആ ഉത്തരവ് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും അത് വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ADGP തന്നെ SI R കൃഷ്ണകുമാറിൻ്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഈ ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ സമീപകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുകയും അതിൽ കോടതിയുടെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ നിയമന ഉത്തരവ് റദ്ദാക്കേണ്ട തരത്തിലേക്ക് ADGPയെ ഈ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ടോം, ഞാൻ അതോടൊപ്പം ഈ ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിലെ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായിട്ടുള്ള തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജയശ്രീയുടെ അറസ്റ്റും ഉടനുണ്ടാകുമോ? അറസ്റ്റ് ആകുകയോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആദ്യം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷം ഒരുപക്ഷെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം പത്മകുമാറിൻ്റെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യാനായിട്ടാണ് വിളിച്ചു വരുത്തുന്നത്. ചോദ്യം ചെയ്യാൻ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് കൃത്യമായി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കഴിയില്ല എന്ന് പത്മകുമാർ അറിയിക്കുകയായിരുന്നു. തനിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാൽ സാവകാശം വേണമെന്നതായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണ് SITക്ക് മുമ്പിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം പത്മകുമാറിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പത്മകുമാറിൽ നിന്ന് പിന്നീട് ജയശ്രീയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനു മുമ്പ് തന്നെ ജയശ്രീയെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ജയശ്രീയെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഏത് സമയത്തും അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഇടപെടൽ ജയശ്രീക്ക് ഈ കേസുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടി
വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങൾ SIT ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും ഡാൻ, അങ്ങനെയെങ്കിൽ കൂടുതൽ ഉന്നതർ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കുടുങ്ങുന്നു, കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായ, പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അത് CPM-ന് അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? കാരണം ഇതിൽ പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി നേതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴും ദേവസ്വം ബോർഡിലെ പല ഉന്നതരും അല്ലെങ്കിൽ ഉന്നത പദവി വഹിച്ചിരുന്നവർ പ്രതിപട്ടികയിലേക്ക് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച പാർട്ടിക്ക് പക്ഷേ അറസ്റ്റ് ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഡാൻ, അതിൽ പാർട്ടി നേതൃത്വം കൃത്യമായി ഈ ഒരു വിഷയത്തിൽ പത്മകുമാർ ഒരുപക്ഷെ പ്രതിരോധത്തിലാണ്, അല്ലെങ്കിൽ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തും, ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇടതുപക്ഷ മുന്നണിയും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും അന്വേഷണത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ആ നടപടി അങ്ങനെയെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടും. അതിന് തന്നെയായിരിക്കും സർക്കാർ മുൻഗണന കൊടുക്കുക. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കും. അവിടെ സർക്കാർ അതിന് മുന്നിൽ പ്രതിരോധം തീർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ള അറസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകും. അതായത് ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും, അതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന കാര്യം വിശദീകരിക്കാനുള്ള ഒരു നീക്കമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അത്തരത്തിൽ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഒരു പ്രചാരണം കൊണ്ട് കഴിയുമെന്ന വിലയിരുത്തലാണ് സർക്കാരുള്ളത്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒളിച്ചുകളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തൊരു പശ്ചാത്തലമാണ്. മാത്രമല്ല കോടതി തന്നെ സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അവർ നടത്തുന്ന കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ സംശയങ്ങൾ അടക്കം ദൂരീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഓരോ ഘട്ടത്തിലും മുമ്പോട്ട് പോകുന്നത്. നിലവിൽ 2 ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം ആകാംക്ഷ ഉണർത്തുന്ന അക്കാര്യമാണ്. പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനപരമായ മറുപടികളിലേക്ക് കടക്കുകയോ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പറ്റി നടത്തിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല. എന്തായാലും അന്വേഷണ സംഘം ഉടൻ തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. തൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ മരണം സംഭവിച്ചതിനാൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയ സമയത്ത് ഹാജരാകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥരെ പത്മകുമാർ അറിയിച്ചിരുന്നു. പക്ഷേ ഇനിയും ആ സാവകാശം നീട്ടി നൽകാനിടയില്ല. അങ്ങനെയെങ്കിൽ പത്മകുമാർ സ്വമേധയാ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം എത്തിയാൽ അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് മുമ്പിൽ നിൽക്കുന്നത്. യെസ് വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ. രക്ഷിതാക്കളുടെ കാഴ്ച പരിമിതി പറഞ്ഞ് അപമാനിച്ചും സ്ത്രീധന പീഡനത്തെ തുടർന്നും യുവതി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം. അന്ധരായ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കാഴ്ച പരിമിതിയുള്ള 50-ലധികം ആളുകളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആലപ്പുഴ നഗരത്തിലെ കൈച്ചൂണ്ടിയിലെ ഭർത്തൃവീട്ടിൽ രേഷ്മ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് ഡിബിനും ഭർത്തൃപിതാവ് ദിലീപ് കുമാറും സംഭവത്തിന് ശേഷം ഒളിവിലാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഏറെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായിരുന്നു. അതായത് കണ്ണുപൊട്ടിയുടെ മകൾ, കണ്ണുപൊട്ടൻ്റെ മകൾ എന്ന് പറഞ്ഞ് രേഷ്മ എന്ന യുവതിയെ ഭർത്താവും ഭർത്തൃപിതാവും തുടർച്ചയായി അപമാനിക്കുന്നു, സ്ത്രീധനത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നു. പക്ഷേ ഈ യുവതി ആത്മഹത്യ ചെയ്ത് ആഴ്ചകൾ പിന്നിടുന്നു. ഇതുവരെയും അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണോ ഈ രക്ഷിതാക്കളും, അതായത് മാതാപിതാക്കൾ, ഈ രേഷ്മയുടെ മാതാപിതാക്കളും കാഴ്ച പരിമിതിയുള്ള ആളുകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു? പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ആവശ്യങ്ങൾ? ടോമെ, അല്പസമയം മുമ്പാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ
ഒരു മാർച്ച് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ 17-നാണ്. അതിനുശേഷം പോലീസ് കേസെടുക്കുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനകത്ത് ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവിനും പിതാവിനുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡിബിൻ ഒപ്പം തന്നെ ദിലീപ് കുമാർ എന്നീ കൈചൂണ്ടി സ്വദേശികളായ ആളുകൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസം പിന്നിടുമ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്യാനോ തുടർ നീക്കങ്ങളിലേക്ക് പോകാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ധരായ മാതാപിതാക്കൾ ഇന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ, പ്രത്യേകിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. ഇവരോടൊപ്പം 50ഓളം കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾ കൂടി ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം ഇവര് ഈ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് കണ്ണീരോടെ നിൽക്കുന്ന രക്ഷകർത്താക്കളെയാണ് കാണുന്നത്. അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് ജാമ്യം അവർ തേടിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് ജില്ലാ കോടതിയുടെ അടക്കം ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും തുടർ നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ബിരുദധാരിയായിരുന്നു, ആത്മഹത്യ ചെയ്ത രേഷ്മ. ഒപ്പം തന്നെ ഈ 2 അച്ഛനും അമ്മയും കണ്ണ് കാണാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും വളരെയധികം ബുദ്ധിമുട്ടിയാണ് 2 പെൺമക്കളെയും ബിരുദം വരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ജോലി ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. എന്നാൽ വിവാഹത്തിന് ശേഷം ഈ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജോലി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെപ്പിച്ചു. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 വയസ്സുള്ള ഇവരുടെ മകൾ, അതായത് ഈ രേഷ്മയുടെയും ഡിബിന്റെയും മകൾ ഈ അമ്മയെ അച്ഛൻ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ അമ്മയുടെ വീട്ടുകാരോട് പങ്കുവച്ചിരുന്നു. തുടർന്ന് ഈ കുഞ്ഞിനെ ഉൾപ്പെടെയാണ് ഇവർ ഒളിവിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. കുട്ടിയെ പിന്നീട് കാണാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അത്തരം പ്രതിസന്ധികളെല്ലാം ചൂണ്ടിക്കാട്ടി കുഞ്ഞിനെങ്കിലും കാണണം എന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയാണ് ഇന്നിപ്പോ കളൂർ സ്വദേശികളായ ഈ ഷീല അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും പോലീസ് ഇതിനകത്ത് തുടർ നടപടി എന്ത് സ്വീകരിക്കുമെന്ന് വേണം, അല്ലെങ്കിൽ നോക്കിയിരുന്ന് കാണാം. കാരണം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് അവർ നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുമെന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതീവ ദയനീയമാണ്. കാരണം ഇത്രയും അതായത് ശരണ്യ, ഇവരുടെ ഒരു ആരോപണം ഇതാണ്, പോലീസിന്റെ ഭാഗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റോ, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള മറ്റോ നീക്കമോ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെന്നാണ് ഒരു ആരോപണം കുടുംബാംഗങ്ങൾക്കുണ്ടോ? ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോലീസ് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പോലീസ് വൃത്തങ്ങളും അതാണ് പറയുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വിഷമകരമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ മാനസികമായി തളർത്താൻ ഉപയോഗിച്ചതും ഒപ്പം തന്നെ അപമാനിച്ചതും കണ്ണുപൊട്ടന്റെയും കണ്ണുപൊട്ടിയുടെയും മകളെന്ന് നിരന്തരം വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള വോയിസ് റെക്കോർഡ് അടക്കമുള്ള തെളിവുകളും ഒക്കെ അവരുടെ ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആക്ഷേപിച്ചു. പിന്നീട് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഗാർഹിക പീഡനത്തിലേക്ക് വന്നു. സ്വന്തം വീട്ടിൽ വെച്ച് രക്ഷകർത്താക്കളുടെ മുന്നിൽ വെച്ച് ഈ രേഷ്മയുടെ മുഖത്ത് ഈ ഡിബിൻ അടിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കുട്ടി ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം ഈ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടന്നുവെന്ന് ഇവരുടെ 3 വയസ്സുകാരിയായ കുഞ്ഞ്, അതായത് അച്ഛൻ അമ്മയെ അടിച്ചു എന്നുള്ളത് ഈ രേഷ്മയുടെ രക്ഷകർത്താക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയാലോ, ഈ കണ്ണിന്റെ കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പോകുന്നതിനോ സ്റ്റേഷനുകളിലേക്ക് പോകുന്നതിനോ ഒക്കെ ഒരുപാട് പരിമിതിയുള്ള ആളുകളാണ്. അവർക്ക് മറ്റ് സഹായങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടക്കുന്നുണ്ടോ, രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നമുക്കറിയാം 7 വർഷത്തിനുള്ളിൽ നടന്ന, അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ നടന്ന മരണമാണ്. അതുകൊണ്ട് തന്നെ ആ കേസിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് കാണുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നടു റോട്ടിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ ഈ അമ്മ, അതായത് അന്ധരായ രക്ഷകർത്താക്കൾ സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി ഇന്ന് കണ്ണീരോടെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും സങ്കടകരമായ, ഇന്ന് കണ്ട ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നായിരുന്നു അത്. അതായത് തങ്ങളുടെ മകളുടെ ജീവനെടുത്ത, മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കാഴ്ച വൈകല്യമുള്ള ഒരച്ഛനും അമ്മയും നടത്തുന്ന പോരാട്ടം. അവർക്കൊപ്പം കുറേ സമാനമായ രീതിയിൽ കാഴ്ച പരിമിതരായ നിരവധി ആളുകളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഏറെ വൈകാരികമായാണ് അവർ പ്രതികരിച്ചത്. തങ്ങൾക്ക് നീതി ലഭിക്കണം, തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. സെപ്റ്റംബർ 17-ാം തീയതി
ഭർതൃഗ്രഹത്തിൽ വെച്ചാണ് എൻ്റെ മോള് മരണപ്പെട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരിട്ട് അവിടെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതല്ലാതെ കണ്ടിട്ടില്ല. അത് കണ്ട പരിസരവാസികളില്ല. ആ പരിസരവാസികളിലൊന്നും ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോയി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടി ചെലവാക്കി അവസാനം അതിൽ ഫലമില്ലാത്തൊരു ഗതിയിലേക്ക് എത്തിച്ചു. അതിന് കൃത്യമായൊരു അന്വേഷണം നടത്തി ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമര പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ ഈ SP ഓഫീസിലേക്ക് വരാനുള്ള സാഹചര്യം തന്നെ. പെരുവഴിയിൽ ഞങ്ങൾ വന്നു നിന്ന് നിങ്ങളോടൊപ്പം ഇത് പറയാനും കരയാനുമുള്ളൊരു അവസരം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ പോലീസ് അധികാരികളാണ്. അതിനുപരി ഇതിനെല്ലാം കണ്ടു നിൽക്കുന്ന സർക്കാർ പോലും കണ്ണടയ്ക്കുന്നു. കണ്ണ് കാണാൻ വയ്യാത്തവരോട് കണ്ണ് കാണാത്ത ശൈലിയിലുള്ള പെരുമാറ്റമെന്നാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. വീണ്ടും ശരണിയിലേക്ക്. ശരണ്യായി കാഴ്ച പരിമിതരായ ഈ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ മകളെ വളർത്തി വലുതാക്കിയതെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന ആ ബുദ്ധിമുട്ട്, ആ പ്രയാസം അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ആ മകളുടെ ജീവിതം ഈ രീതിയിൽ തകർന്ന് അടിയുന്നൊരവസ്ഥ, മകളുടെ മരണം സംഭവിക്കുന്നു. ഇവർക്ക് ഈ വാർദ്ധക്യകാലത്ത് നോക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സാഹചര്യം. എന്തായിരിക്കും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നീതി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഇവരുടെ അടുത്ത നടപടികൾ? സമരം, പ്രതിഷേധം കൂടുതൽ ശക്തമാകുമോ? ടോമേ, ഈ പറഞ്ഞ രീതിയിൽ ഇവ ഈ ആത്മഹത്യ നടന്ന സമയത്ത്, ആത്മഹത്യ എന്നാണ് അവരിപ്പോ പറയുന്നത്, ആ ആത്മഹത്യ നടന്ന സമയത്ത് പോലും ഒരു മാധ്യമങ്ങളോ മറ്റാരും ഇവരുടെ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കലവൂർ സ്വദേശികളായ ജയരാജിനും ഷീലയ്ക്കും ഇവരെ സംബന്ധിച്ച് ജയരാജ് ബിരുദധാരിയാണ്. അദ്ദേഹം ബ്രെയിൻ ലിപിയിൽ ബിരുദം നേടിയ BA വിഭാഗത്തിൽ ബിരുദം നേടിയ ആളാണ്. ഒപ്പം തന്നെ ഈ ഷീലയാണെങ്കിൽ തൃശ്ശൂർ സ്വദേശിനിയാണ്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ട് മക്കളെയും പഠിപ്പിച്ചു. മക്കൾക്ക് രണ്ടുപേർക്കും കാഴ്ച പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ രണ്ടുപേരെയും പഠിപ്പിച്ച് ബിരുദം വരെ പഠിപ്പിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും രണ്ടുപേരെയും ജോലിക്കാരാക്കുകയും ചെയ്തു. അത്രയും കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന. പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് 27 വയസ്സാണ് അവൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടിയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ ആദ്യം ഈ മരുമകൻ തന്റെ മുന്നിൽ വെച്ച് സ്വർണത്തിന്റെ പേരിൽ മുഖത്തടിച്ചു എന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ചുനാൾ പെൺകുട്ടി വീട്ടിലായിരുന്നു. പിന്നീട് ഇത് പരിഹരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ തന്നെ ഇടപെട്ടാണ് പിന്നീട് അത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ കൊണ്ടുപോയതിനു ശേഷം അതിന്റെ ഒരു ജീവിതം ഇങ്ങനെയായി മാറി എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ ഭയമായിരുന്നു. ഒപ്പം തന്നെ മൊബൈൽ ഫോണിൽ രക്ഷകർത്താക്കളെ വീഡിയോ കോൾ ചെയ്താൽ പറയും അവർ കണ്ണ് കാണാത്തവരായതുകൊണ്ട് തന്നെ എന്തിന് വീഡിയോ കോൾ ചെയ്യണം, ആ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ആയിരുന്നു എന്നാണ് ആ അമ്മ കണ്ണീരോടെ പറയുന്നത്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് അവർക്ക് കാഴ്ച ഇല്ലാത്തവരാണ്. അപ്പോൾ ഈ വീഡിയോ കോൾ ചെയ്യുന്നതിനെ പോലും അത്തരത്തിൽ ആക്ഷേപിച്ചു എന്നുള്ളതാണ്. മകൾക്ക് അമ്മയെ കാണണമെന്നുള്ളതല്ല, മറിച്ച് കണ്ണുപൊട്ടിയുമ എന്ത് വീഡിയോ കോൾ എന്നുള്ള രീതി, ആ രീതിയിലൊക്കെയാണ് അവരെ മാനസികമായി പെൺകുട്ടിയെ വളരെയധികം തളർത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അത്രയ്ക്കും മാനസികമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു രേഷ്മ എന്ന പെൺകുട്ടിക്ക്. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും വൈകല്യത്തിൻ്റെ പേരിൽ അപമാനമേൽക്കേണ്ടി വന്ന അതിൽ തുടർന്നാണ് രേഷ്മ ജീവനൊടുക്കിയത്. രേഷ്മയുടെ മരണത്തിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ളൊരു അവസ്ഥയല്ല അവർക്ക്. കാരണം കാഴ്ച വൈകല്യമുള്ളവരാണ്. ഇനിയും അവരെ തെരുവിലിറക്കാൻ നമ്മുടെ ഭരണകൂടം അനുവദിച്ചുകൂടാ. കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ പോലീസ് സന്നദ്ധരാകണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.